പാവകളുടെ ദ്വീപ്, ഐലൻഡ് ഓഫ് ദി ഡോൾസ്. രാത്രിയിൽ പാവകൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ ഒരു ഹൊറർ സിനിമയിലെ കഥ പോലെ തോന്നാം. എന്നാൽ മെക്സിക്കോയിലെ ഈ ദ്വീപിലെത്തിയാൽ നിങ്ങളത് വിശ്വസിച്ചു പോകും. ആയിരക്കണക്കിന് പാവകൾ നിങ്ങളെ നോക്കി ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ഇസ്ലാ ഡി ലാസ് മുനേക്കാസ് അഥവാ പാവകളുടെ ദ്വീപ്. ഈ ഭീകരതയ്ക്ക് പിന്നിൽ ദാരുണമായ ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഈ ദ്വീപിനടുത്തുള്ള കനാലിൽ ഒരു കൊച്ചു പെൺകുട്ടി മുങ്ങിമരിച്ചു. ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച ജൂലിയൻ സാന്റാന ബറേറ എന്ന വ്യക്തിക്ക് പകരമായി ലഭിച്ചത് വെള്ളത്തിൽ ഒഴുകി വന്ന ഒരു പാവയാണ്. ആ പെൺകുട്ടിയുടെ ആത്മാവിനെ ശാന്തമാക്കാൻ അദ്ദേഹം ആ പാവയെ ഒരു മരത്തിൽ തൂക്കിയിട്ടു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് എല്ലായിടത്തും പാവകളെ കാണാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ ആത്മാവ് തന്നെ വേട്ടയാടുന്നുവെന്ന് വിശ്വസിച്ച ജൂലിയൻ അടുത്ത 50 വർഷം ആ ദ്വീപ് മുഴുവൻ പാവകളെ കൊണ്ട് നിറച്ചു. ചവറ്റുകുട്ടകളിൽ നിന്നും കനാലിൽ നിന്നും കിട്ടുന്ന കൈകാലുകൾ അറ്റതും കണ്ണു തകർന്നതുമായ പാവകളെ അദ്ദേഹം മരങ്ങളിൽ തൂക്കിയിട്ടു. ഈ പാവകൾക്ക് പിന്നാലെ പോയ ജൂലിയന്റെ ജീവിതം പിന്നീട് നിഗൂഢമായി മാറി. അദ്ദേഹം തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഈ ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. തന്റെ ചുറ്റുമുള്ള പാവകൾ രാത്രിയിൽ ജീവൻ വെക്കാറുണ്ടെന്നും അവയോട് താൻ സംസാരിക്കാറുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചു. മരിച്ച പെൺകുട്ടിയുടെ ആത്മാവിന് കൂട്ടായിട്ടാണ് താൻ ഈ പാവകളെ അവിടെ നിർത്തുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ നിഗൂഢത. 2001 ജൂലിയനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേ പെൺകുട്ടി മുങ്ങിമരിച്ച അതേ സ്ഥലത്തായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അനന്തരവൻ അനസ്താസിയോ ആയിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുൻപ് ജൂലിയൻ പറഞ്ഞത് വെള്ളത്തിനടിയിൽ നിന്ന് ആരോ തന്നെ വിളിക്കുന്നുണ്ട് എന്നാണ്. കുറച്ചു സമയം കഴിഞ്ഞ് അനസ്താസിയോ വന്നു നോക്കുമ്പോൾ കനാലിലെ വെള്ളത്തിൽ ജൂലിയനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അന്ന് ആ പെൺകുട്ടി മുങ്ങിമരിച്ച അതേ സ്പോട്ടിൽ തന്നെ. ജൂലിയൻ തൂക്കിയിട്ട പാവകൾ വെറും പാവകളല്ലായിരുന്നു. പലതിനും കണ്ണുകളില്ല, ചിലതിന് തലയില്ല, മറ്റു ചിലവയുടെ കൈകാലുകൾ ഒടിഞ്ഞ നിലയിലായിരുന്നു. സൂര്യപ്രകാശവും മഴയും ഏറ്റ് ഈ പാവകളുടെ തൊലി ഉരിഞ്ഞു പോയപ്പോൾ അവയ്ക്ക് ശരിക്കും ഒരു മനുഷ്യ ശരീരത്തിന്റെ രൂപം കൈവന്നു. രാത്രിയിൽ ഇവയുടെ അടുത്തുകൂടി നടക്കുമ്പോൾ പാവകൾ നിങ്ങളെ തുറച്ചു നോക്കുന്നതായും അവയുടെ തലകൾ തങ്ങളെ പിന്തുടരുന്നതായും പല വിനോദസഞ്ചാരികളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ഈ ദ്വീപിലെത്തുന്ന സഞ്ചാരികൾ പറയുന്നത് അവിടുത്തെ പാവകൾ അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കാറുണ്ടെന്നും രാത്രിയിൽ അവ കണ്ണു തുറക്കാറുണ്ടെന്നുമാണ്. ഇന്നും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത പലതും ഈ ദ്വീപിൽ നടക്കുന്നുണ്ട്. ഈ പാവകളിൽ ആത്മാക്കളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.